നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലവും കേന്ദ്രീകരിച്ച് വിശദമായ ചർച്ച നടത്തി കനകോലു AICCക്ക് സമഗ്രമായ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹൈക്കമാൻഡ് കാര്യമായി തന്നെ കണക്കിലെടുത്തു. ഇപ്പോഴിതാ MPയും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിലൊന്നായിരിക്കും ഇത്. അതും കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന് അത്ര വേരോട്ടമില്ലാത്ത മണ്ണുകൂടിയായ ആലപ്പുഴയിൽ. വടക്കു നിന്ന് തെക്കോട്ട് തട്ടകം മാറ്റി വൻമരമായി വളർന്ന നേതാക്കൾ അധികമൊന്നുമില്ല കേരള രാഷ്ട്രീയത്തിൽ. അക്കൂട്ടത്തിൽ ഒരാളാണ് പയ്യന്നൂർ സ്വദേശിയായ KC വേണുഗോപാലും. 1996 മുതൽ തന്റെ രാഷ്ട്രീയ തട്ടകമായ ആലപ്പുഴയിൽ ഒരു കൈ നോക്കാൻ അദ്ദേഹത്തിന് വിയോജിപ്പില്ലെന്നാണ് സൂചന. ഇവിടെ നിന്ന് 3 തവണ MLA ആയിട്ടുണ്ട് ഇതുവരെ. പിന്നെ മന്ത്രിയും കേന്ദ്രമന്ത്രിയും എല്ലാമായി. അല്ലെങ്കിലും ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയാകാൻ KCക്കും കാണും മോഹം. ഇതോടെ ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ചരടുവലികൾ നടക്കുന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി UDFനുള്ളിൽ ഒന്നുകൂടി കൊഴുക്കുമെന്നുറപ്പ്. നെഞ്ചടിക്കുന്നത് സതീശനും സുധാകരനും ചെന്നിത്തലയ്ക്കുമെല്ലാമായിരിക്കും. UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ സംഘടനാപരമായി സംസ്ഥാനത്ത് നിന്ന് നിലവിലുള്ള ഏറ്റവും മുതിർന്ന നേതാവായ വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പക്ഷെ അന്തിമ തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് തന്നെ. ഏതാണ്ട് ഒരു മാസമായി ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും KC വേണുഗോപാൽ സജീവമാണെന്നതും സ്ഥാനാർത്ഥിയാകുമെന്നതിന്റെ സൂചനയാണ് വിലയിരുത്തുന്നത്. കനകോലുവിന്റെ റിപ്പോർട്ട് എന്തായാലും UDF കാര്യമായി തന്നെ എടുത്തിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി വൻ വിജയം കൈവരിക്കുമെന്ന് വരെ KC വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും വിജയസാധ്യത മാത്രമാണ് പരിഗണനയെന്നും അദ്ദേഹം ആലപ്പുഴ സന്ദർശിക്കവേ പറഞ്ഞു. KCയുടെ വരവ് തൊട്ടടുത്ത മണ്ഡലങ്ങളായ ചേർത്തലയിലും അരൂരുമെല്ലാം പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. ഒരു പരിധിവരെ നനഞ്ഞ പടക്കമായി മാറിയ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര കൊണ്ട് മാത്രം ജനങ്ങൾ UDFന് വോട്ട് കുത്താൻ തയ്യാറായി ഇരിക്കുകയാണെന്ന അമിത ആത്മവിശ്വാസം കോൺഗ്രസിനെ പടുകുഴിയിൽ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ. MPമാർ മത്സരിക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ ചിലയിടങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നും അതിനൊപ്പം പറഞ്ഞിരുന്നു. ഈ തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ KC തന്നെ അല്പസമയത്തിനു ശേഷം മത്സരിക്കാൻ സമ്മതം മൂളിയതും ശ്രദ്ധേയം. പക്ഷേ സ്ഥാനമോഹികൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത കോൺഗ്രസിൽ KCയുടെ വരവ് ചിലർക്കെങ്കിലും അത്ര ശുഭകരമായ വാർത്തയല്ലാതായി മാറുന്നു. വെറുമൊരു നിയമസഭാംഗമായിരിക്കാൻ മാത്രമാകില്ല KC വേണുഗോപാലിന്റെ വരവ്. നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനാണ് കേരളം തയ്യാറെടുക്കുന്നത്. UDFനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമായി ഇത് മാറുന്നു. വലിയൊരു ശക്തിയായി BJP ഒരു വശത്ത് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ അടിവേരിളക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം. അതിനാൽ തോൽക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകാനും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് തയ്യാറാണ്.